മാധ്യമങ്ങളോട് വിജയഭേരി മുഴക്കുകയല്ല. പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. 11 ദിവസം ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസം സന്തോഷമല്ലേ? 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. നമുക്കറിയാം, ഇന്നോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. 2 യുവതികളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത്. ഇതിനിടയിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും 11 ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുന്നതും. ഇന്ന് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ എത്തിച്ച് അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതിയെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി വരുന്നതും അതിന്റെ പേരിൽ നടപടിയെടുക്കുന്നതും. തുടക്കം മുതൽ തന്നെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അത് തന്നെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ്. ഓരോ ദിവസവും ഈ രാഹുൽ ഈശ്വറിനെ ജാമ്യത്തിൽ വിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി രാഹുൽ ഈശ്വറിന്റെ ഭാര്യ രംഗത്ത് വരുന്നു, സജീവമായിട്ട് പ്രതികരണങ്ങൾ നടത്തുന്നു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വാദിച്ചുവെങ്കിലും രാഹുൽ ഈശ്വറിന്റെ മുൻകാല വീഡിയോകളുടെ അടിസ്ഥാനത്തിലൊക്കെ രാഹുൽ ഈശ്വറിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്കായിരുന്നു കോടതി പോയത്. ഇതിനുശേഷം 11 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ തുടരേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ വളരെ ആരോഗ്യനിലയിൽ വളരെ ദയനീയ അവസ്ഥ എന്നുള്ളതാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യനിലയിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് എന്നാണ് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നത്. 11 ദിവസത്തോളം തന്നെ ജയിലിൽ ഇട്ട് എന്ന് പറയുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ദിലീപിന് നീതി കിട്ടി, അതിൽ സന്തോഷമുണ്ട് എന്നും അധികം സംസാരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇപ്പോൾ തനിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലുള്ള ഒരു ആവേശം ഇപ്പോഴില്ല എന്ന് തന്നെയാണ്. കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ രാഹുൽ ഈശ്വറിന് നൽകിയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ താൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ റിമൂവ് ചെയ്യാമെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, സൂചനകൾ രാഹുൽ ഈശ്വർ നൽകി എന്നത് തന്നെയാണ് ഈ സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെ കുടുക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കം മുതൽ തന്നെ രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല, രാഹുൽ മാങ്കൂട്ടനെ മാത്രം കുറ്റക്കാരനാക്കരുത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയത്. പുരുഷ കമ്മീഷന്റെ ആവശ്യങ്ങൾ അടക്കം ഇവിടെ ഉണ്ട് എന്നത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് കള്ള പരാതികൾ ഉയരുമ്പോൾ അവിടെ പുരുഷന്മാർ മാത്രം വേട്ടയാടപ്പെടുന്നു എന്ന രീതിയിൽ രാഹുൽ ഈശ്വർ വലിയ ഇടപെടലുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ, അതായത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതമുണ്ട് എന്നതുള്ള സൂചനകൾ നൽകുന്നു. പിന്നീട് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതോടുകൂടെയാണ് രാഹുൽ ഈശ്വറിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് പോലീസ് രംഗത്തെത്തുന്നത്. വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് അടക്കമുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോ, അതുപോലെ തന്നെ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമാണ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. പക്ഷേ ജാമ്യം കിട്ടാവുന്ന വകുപ്പായിരുന്നിട്ടും രാഹുൽ ഈശ്വർ 11 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം, സന്ദീപ് വാര്യരെയും ഇതേപോലെ തന്നെ കസ്റ്റഡി എടുക്കേണ്ടുന്ന സാഹചര്യമായിരുന്നെങ്കിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് രാഹുൽ ഈശ്വർ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയെ അപമാനിച്ചതിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു അല്ലെങ്കിൽ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ഉയർന്നപ്പോൾ ആ വിഷയത്തിലുള്ള യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരാൾ ജയിലിൽ കിടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതായത് മറ്റൊരുത്തിന്റെ പേരിലേക്ക് വന്നിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലാകപ്പെടുന്ന ആദ്യ വ്യക്തി എന്നുള്ള തരത്തിലാണ് രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ
അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പരിഹാസം നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിനെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളുണ്ട്, നിരാഹാര സമരം അടക്കം തുടരും എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും പിന്നീട് നിരാഹാരം അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു, ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് സൂചന. എന്തായാലും ആശുപത്രിയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉള്ളത്. മാധ്യമങ്ങളോട് വിജയഭേരി മുഴക്കുകയല്ല, പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കിഡ്നിയിലേക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസം ആലോചിച്ച് നോക്കൂ, 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസം സന്തോഷമല്ലേ? സന്തോഷമല്ലേ? ശ്രീ ദിലീപിന്റെ ചേച്ചി പതിനൊന്ന് കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം, അനീതിയാണ് നടക്കുന്നത്. 11 ദിവസമായി അനീതിയാണ് നടക്കുന്നത്. ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല. ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല. 11 കിലോ കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം. അഡ്വക്കേറ്റിനെ കണ്ടില്ല. ഇതുകൊണ്ടാണ് 11 കിലോഗ്രാം കുറഞ്ഞു. 11 ദിവസമായി ദിലീപിന് വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പറയണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. മാധ്യമങ്ങൾ നമ്മൾ പറയുന്ന സാധനം കേൾക്കണം. അതെ, ദിലീപ് അറിയാൻ വളരെ സന്തോഷം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യം മുതലേ ശ്രീ ദിലീപിനോട് പോരാടിയ വ്യക്തിയാണ്. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ദിലീപിന് നീതി കിട്ടിയ സന്തോഷം അതേപോലെ എനിക്കും കിട്ടണം. 11 ദിവസമായി ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. മാധ്യമങ്ങൾ ദയവായി ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ഇതേപോലെ ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം.